ഹലോ മൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ, വെൽക്കം ടു അനദർ കുട്ടി സെഷൻ ഓഫ് ഇംഗ്ലീഷ്. ഹാരി ഹിയർ. കുറച്ച് ഇംഗ്ലീഷ് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. സാധാരണ രീതിയിൽ ഞാൻ കാണാറുള്ള ഒരുവിധം ഒട്ടുമിക്ക ആൾക്കാരും പറയാറുള്ള ഒരു കാര്യമാണ് ഇംഗ്ലീഷ് ഭയങ്കര ടഫാണ് സംസാരിക്കാനും ഒക്കെ, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ലാംഗ്വേജ് ആണെന്ന്. പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ദാറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ. ജനറലി നമ്മൾ മലയാളം ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ മാതൃഭാഷയാണ് മോസ്റ്റ്ലി മലയാളീസിൻ്റെ, അല്ലെങ്കിൽ ഏത് ഭാഷക്കാരാണെങ്കിലും നമ്മുടെ മാതൃഭാഷ നമ്മൾ എന്താ ചെയ്യുക, ചെറിയ പ്രായം മുതലേ നമ്മൾ സംസാരിക്കും. നമുക്കൊരു എക്സ്പോഷർ ഉണ്ടാവും. ചെറിയ പ്രായം മുതൽ നമ്മൾ കേൾക്കുന്നു, സംസാരിക്കുന്നു, ഡീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് അങ്ങനെയല്ല. നമ്മളൊരു പെർട്ടിക്കുലർ സ്റ്റേജിന് ശേഷമാണ് സംസാരിക്കുന്നതും അതുമായിട്ട് ഇടപഴകുന്നതും ഒക്കെ. അതൊരു കാരണമാണ്. അല്ലാണ്ട് കുറേ അധികം കാരണങ്ങളുണ്ട്, അതിലേക്കൊക്കെ നമുക്ക് പോവാം. ബിഫോർ ദാറ്റ് ജനറലി ഉണ്ടാക്കുന്ന കുറച്ച് തെറ്റുകളുണ്ട്, മിസ്റ്റേക്സ് ഉണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത്. ഓരോ ഭാഷയ്ക്കും ഓരോ സെൻറ്റൻസ് സ്ട്രക്ചർ ഉണ്ട്. ഇപ്പം മലയാളത്തിനാണെങ്കിലും ഇംഗ്ലീഷിനാണെങ്കിലും ഏത് ലാംഗ്വേജ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ ഉണ്ട്. അതായത് അതിലെ ഓരോ യൂണിറ്റ് ഓഫ് സെൻറ്റൻസും പ്ലേസ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇംഗ്ലീഷിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് SVO സ്ട്രക്ചറാണ്. അതായത് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിലാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ സെൻറ്റൻസ് സ്ട്രക്ചർ വരിക. അതേസമയം നമ്മുടെ മലയാളം പോലെയുള്ള ലാംഗ്വേജ്, മലയാളം എന്ന് പറയുന്നത് ദ്രവീഡിയൻ ലാംഗ്വേജ് ആണ്, സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ് ആണ്. അതിൻ്റെ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് പോലെയല്ല. ഇംഗ്ലീഷിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. ഇംഗ്ലീഷിൻ്റെ SVO സബ്ജക്ട്, വെർബ്, ഒബ്ജക്റ്റ് എന്നാണെന്നുണ്ടെങ്കിൽ മലയാളത്തിൻ്റെ SOV സ്ട്രക്ചറാണ്. ഇതിന് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ ഞാൻ ഇനി പറയാൻ പോണ എക്സാമ്പിൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇംഗ്ലീഷിൽ നമ്മൾ പറയാറുണ്ട് ഹി എയ്റ്റ് ആൻ ആപ്പിൾ. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്, ഹി എയ്റ്റ് ആൻ ആപ്പിൾ. അവൻ ഒരു ആപ്പിൾ കഴിച്ചു. സെയിം മീനിങ് ആണ് വരുന്നത്. പക്ഷെ നിങ്ങൾ ഒന്ന് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹി എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ് രണ്ട് ഭാഷയിലും. പിന്നീട് അങ്ങോട്ട് വരുന്നതിലാണ് വ്യത്യാസം. ഇംഗ്ലീഷിലാണെങ്കിൽ ആദ്യം എയ്റ്റ് എന്നുള്ളതാണ് വരുന്നത്, ആക്ഷൻ ആണ് വരുന്നത്, പിന്നീടാണ് ഒബ്ജക്റ്റ് വരുന്നത്. പക്ഷേ മലയാളത്തിൽ എങ്ങനെയാണ് വരിക? ആപ്പിൾ കഴിച്ചു എന്നുള്ളതാണ്, കഴിച്ചു ആപ്പിൾ എന്നുള്ളതല്ല. വാട്ട് മൈ പോയിന്റ് ഇസ്, ഓരോ ഭാഷയുടെയും സെൻറ്റൻസ് സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്. ഒരു പക്ഷേ മലയാളത്തിൽ നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള സെൻറ്റൻസ് സ്ട്രക്ചർ അല്ലാത്തത് കൊണ്ടാണ് ഇംഗ്ലീഷ് ഫോളോ ചെയ്യാൻ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. കൂടുതൽ കാര്യങ്ങളുണ്ട് ഇനിയും പറയാനായി. ഞാൻ നിങ്ങളുടെ അടുത്ത് 2 സെൻറ്റൻസ് പറയാട്ടോ. അതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നൊന്ന് ഗസ് ചെയ്യാൻ നോക്കണേ. I'm good at English, I'm good in English. I'm good at English, I'm good in English. ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? അഥവാ പറ്റണില്ലാന്നുണ്ടെങ്കിൽ I'll tell. I'm good in English എന്നുള്ളതല്ല, I'm good at English എന്നുള്ളതാണ് കറക്റ്റ്. സി, നമ്മളൊരു എബിലിറ്റീനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ജനറലി അറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക, നോട്ട് ഇൻ. അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ കറക്ഷൻസ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ കുറേയൊക്കെ നമ്മുടെ ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചറിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പറ്റും. അതേപോലെ വേറെ 2 സെൻറ്റൻസ് കൂടെ പറയാം. അതിൽ ഒരെണ്ണം കറക്റ്റാണ്, ഒരെണ്ണം ചെറിയ തെറ്റുണ്ട്. അത് ഏതാണെന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. I'll visit her on Monday, I'll visit her at Monday. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാകും I'll visit her on Monday എന്നുള്ളതാണ്. നമ്മളൊരു ആഴ്ചയിലുള്ള ഏതെങ്കിലും ഒരു ദിവസത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ ഡേറ്റിനെ ഒക്കെ കാണിക്കുന്ന സമയത്ത് അറ്റ് അല്ല നമ്മൾ യൂസ് ചെയ്യുക, ഓൺ എന്ന് പറയുന്ന പ്രൊപ്പോസിഷനാണ്. Another 2 sentences, I know my professor well, I know my professor good. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമ്മൾ ജനറലി പറയുന്ന സമയത്ത് ഐ നോ മൈ പ്രൊഫസർ വെൽ എന്നാണ് പറയുക. എനിക്ക് എൻ്റെ പ്രൊഫസറിനെ നന്നായിട്ട് അറിയാം. ഇറ്റ്സ് നോട്ട് ഐ നോ മൈ പ്രൊഫസർ ഗുഡ്. അങ്ങനെയുള്ള ചെറിയ മൈനർ ആയിട്ടുള്ള ഡിഫറൻസ്. ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ലാംഗ്വേജായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത്, സിനിമകൾ കാണുന്ന സമയത്തൊക്കെയാണ് ഇങ്ങനെയുള്ള മൈനർ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുക ഈസി ആയിട്ട്. സോ ട്രൈ ടു ഡു ദാറ്റ്. വേറൊരു സിനാരിയോ ഞാൻ പറയാം. നമ്മളും നമ്മുടെ കൂടെ വേറൊരാളും ഉണ്ട്. അവർ 2 പേര്, അതായത് നമ്മളെയും ആ ആളെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു സെൻറ്റൻസ് സ്ട്രക്ചർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, മീ, അതേപോലെ എൻ്റെ അടുത്ത് ടോം എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പം നമ്മൾ 2 പേരും റോമിലാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയുകയാണ്. ടോം ആൻഡ് ഐ ലിവ് ഇൻ റോം. അതൊരു സെൻറ്റൻസ് ആണ്. അതേ സെൻറ്റൻസിനെ നമ്മൾ മീ ആൻഡ് ടോം ലിവ് ഇൻ റോം എന്ന് പറയുന്നത്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓഫ് കോഴ്സ് ടോം ആൻഡ് ഐ ലിവ് ഇൻ റോം എന്നുള്ളതാണ്. നമ്മളെപ്പോഴും നമ്മുടെ കൂടെയുള്ള അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള സെൻറ്റൻസുകൾ കൺസ്ട്രക്ട് ചെയ്യാറുള്ളത്. ഇതും നോട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. വേറൊരു സിനാരിയോ ഞാൻ പറയാം. മാരിഡ് ടു, അതുപോലെ മാരിഡ് വിത്ത്. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് മറ്റൊരാളുമായിട്ട് കല്യാണം കഴിച്ചു, അങ്ങനെയുള്ളൊരു സെൻറ്റൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണെന്ന്. ഇതിൽ ഏതാണ് കറക്റ്റായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. മാരിഡ് വിത്ത് ആണോ, മാരിഡ് ടു ആണോ? ഹീ ഗോട്ട് മാരിഡ് ടു എ ഡോക്ടർ.
ഓക്കെ, അതുപോലെ ഹീ ഗോട്ട് മാരിഡ് വിത്ത് എ ഡോക്ടർ, ഇതിലേതാണ് കറക്റ്റ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ആക്ച്വലി സ്പീക്കിംഗ് ഹീ ഗോട്ട് മാരിഡ് ടു എ ഡോക്ടർ എന്നുള്ളതാണ് കറക്റ്റ്. എപ്പോഴും മാരിഡിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത് ടു ആണ് എന്നുള്ളതാണ് നോട്ട് ക്ലിയർ. ഏത് സ്ട്രീം പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിലും, അതിപ്പോൾ കോമേഴ്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, മറ്റേത് ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പല കാരണങ്ങളുണ്ട്. ഒന്ന് നല്ല രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്, ഇങ്ങനെ കുറേ അധികം സാധ്യതകൾക്ക് ഇംഗ്ലീഷ് പലപ്പോഴും കാരണമാവാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നല്ല രീതിയിലുള്ള ഒരു ലാംഗ്വേജ് കോമ്പീറ്റൻസ്, ലാംഗ്വേജ് കേപ്പബിലിറ്റി വേണം എന്ന് പറയാനുള്ള കാരണം.